ഇന്ന് ലേറ്റ് തന്നെ. അമ്മേ, ഒന്നിങ്ങി വരുന്നുണ്ടോ? നേരം പോയി. ആ ഓട്ടക്കാരി ഇന്നിങ്ങി വരട്ടെ. നേരത്തിന് സ്കൂളിലെത്തണമെന്ന് ഒരു വിചാരമില്ല അവൾക്ക്. അമ്മേ, നീയേ ഉള്ളൊരു തുണ എന്റെ ഗുരുവായൂരപ്പ. അച്ഛനില്ലാത്ത കുട്ടികളാ. എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരയ്ക്ക് വാങ്ങി കൊടുക്കരുതോ എന്റെ കൃഷ്ണ. ദൈവമോളെ പരീക്ഷയെ തോപ്പിക്കല്ലേ. മോനിക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം. ചെക്കന് തീറ്റി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മേ, മതിയമ്മേ പ്രാർത്ഥിച്ചത്. ഒന്ന് അടുക്കളയിൽ വന്ന് നിൽക്ക്, എനിക്ക് കുളിക്കണം. അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അടുക്കളയിൽ കയറി ദോശ ഇട്ട് തിന്നാ. അവന്റെ ചെവി ഞാൻ ചെമ്പാക്കും. എത്ര പറഞ്ഞിട്ടും അവൻ ആ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ. അവന് വിശന്നിട്ടായിരിക്കും മോളെ. ആ, ഇതാ കുഴപ്പം. അമ്മ അവനെ വഷളാക്കുന്നത്. ഞങ്ങൾ ഇന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി. ഒട്ടും ക്ഷീണം തോന്നിയില്ല. പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ? ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി. വായിക്കാനൊന്നുമില്ലേ? ദിവസേന 1 മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്ര. ഏത് ഉഷ ചേച്ചി? ഉഷ ചേച്ചി, വീട്ടിൽ ഉഷ ചേച്ചി. ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണ് ഇത്ര ഞാനും ഓടുന്നത്. ടീച്ചറാ പറഞ്ഞത്. ഓടി അപ്പുറത്ത്. മോള് പോയി കുളിച്ചാട്ടെ. ഡോക്ടർ പിന്നെയും വരും കട്ട് തിന്നെ. അമ്മ അകത്തോട്ടിയല്ലേ. ബുക്കും പുസ്തകമൊന്നും വേണ്ടടാ നിനക്ക്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓ, നേരം പോയി. പോട്ടെ അമ്മേ. അരമണിക്കൂറായി ഒരു ബസ്സും വന്നില്ല. അരമണിക്കൂറോ? എന്നും റിപ്പയർ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക്. അത് കായലിൽ താന്നുപോയി കാണും. സമരമില്ലാത്ത ദിവസം. അതെ, 365 ദിവസം സമരം. അതെ. അപ്പോഴേ ബസ് കാത്തു നിന്ന് വേര് കിളർപ്പിക്കണ്ട. അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി. അത്രയ്ക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്കുക. എന്തിനാ സമരം? ദൈവത്തിനറിയാം. പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക. താല്പര്യമുള്ളവർക്ക് വരാം. വാ, എന്നാ നമുക്ക് നടക്കാം. എങ്ങോട്ടാ? ഇങ്ങോട്ട്. സ്ഥലം കോളേജ് ജംഗ്ഷൻ. അവിടെ വിട്ടാ മതിയോ? തൽക്കാലം അത് മതി. 15 രൂപയാവും. എവിടത്തേക്ക്? കോളേജ് ജംഗ്ഷൻ എന്നല്ലേ പറഞ്ഞത്? അതെ. അവിടേക്ക് 15 രൂപയാവും. മീറ്ററുള്ള കാശ് തരും. മീറ്റർ റിപ്പയറാ. തിരിച്ചെനിക്ക് കാലി അടിച്ച് പോരേണ്ടി വരും. കാലി അടിക്കണ്ട. കോളേജ് ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ. ഇത്തിരി മനുഷ്യവാസം ഉണ്ട് അവിടെ. ന്യായം പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമല്ല നിങ്ങളെ. എന്നാൽ എന്റെ ആങ്ങളെ ചെല്ല്. ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഗുഡ് മോർണിംഗ് സാർ. ബസ് സമരമായിരുന്നു. ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നല്ലോ സമരം. അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളൂ സാർ. സാറിനോട് സത്യം പറയാലോ, ഓട്ടോക്കാരൻ ഒരുപാട് കാശ് ചോദിച്ചു. എന്റെ ഉണ്ടായിരുന്നില്ല. താങ്ക് യു സാർ. എല്ലാത്തിനും ഉണ്ടാവും റീസൺസ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു? ചത്താലും ഓട്ടോയിലും ടാക്സിയിലും ഒന്നും കേരളെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അത്രയ്ക്ക് പിശുക്കിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലേ? ഉറപ്പിച്ചു. നേര് പറ ചേച്ചി, എങ്ങനെ സമയത്തിനെത്തി? ഒരു മോട്ടോർ ബൈക്കാരനോട് പല്ലൊളിച്ച് കാണിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. അയാളത് വായി നോക്കിയായിരുന്നു. വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഞാനും കയറിപ്പോന്നു. എന്നിട്ടെന്താ? ഒന്നുമില്ല. അല്ല, അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം കാണുമെന്ന് ചോദിച്ചു. കാണാന്ന് പറഞ്ഞു. അപ്പോ ചേച്ചി കാണോ? കലക്ടറേറ്റിലെ ജോലിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി.
പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുകയായിരുന്നു. വായ്നോട്ടക്കാരൻ 4 മണിയാകുമ്പോ അവിടെ എവിടെയെങ്കിലും കുറ്റിയടിച്ച് നിൽക്കും. നിക്കട്ടെ, നമുക്കെന്താ? ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ. ഒരു സാധനം നല്ലതില്ല. ഒക്കെ നല്ലതാണേ. അതെ അതെ. 100. കാർത്തിയാനിയമ്മക്ക് ഒരു ലെറ്റർ ഉണ്ട്. എനിക്കോ? അതെ. ദാമോദരന്റെ കത്തായിരിക്കും. ദാമോദരന്റെ കയ്യക്ഷരം ഇതല്ലല്ലോ. ഈശ്വര, എന്താ ചേച്ചി, ആങ്ങളയ്ക്ക് വല്ല സൂക്കേടും പിടിച്ചോ? ഞാനും കുട്ടികളും ഇനി എങ്ങോട്ട് പോകും? ഉടമസ്ഥനും കുടുംബവും താമസത്തിന് വരുന്നു, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ആയിഷ, ഈ പഞ്ചായത്ത് നിർത്തി വല്ലതും വന്ന് വെച്ചുണ്ടാക്കാൻ നോക്ക്. പഞ്ചായത്ത് വള്ളേക്കാളിൽ തുടങ്ങിയിരിക്കുന്നേന്ന്. നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വരേ. അല്ല, എന്താണ്ടത്? കാർത്തിയാനിയോട് വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥന്റെ കത്ത് വന്നിരിക്കുന്നു. നേരോ? കത്ത് കാണട്ടെ. നേരെ വന്നോ? നീ മോളെന്നൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോടി. ഞാൻ തോറ്റ്. എന്താ അമ്മേ? ഒന്നുമില്ലാന്ന്. രാവിലെ തത്തക്ക് ജെല്ലിക്കൊടുക്കുമ്പോൾ ജെല്ലിക്കൊടുത്ത് ഞാൻ പോയതാ. ഉച്ചയായപ്പോഴൊക്കെ മറന്ന്. കുട്ടികളെ മനസ്സാണ്. എന്താ കാര്യം? വീട് ഒഴിയണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അത്രേ ഉള്ളൂ. എന്റെ ഓനക്ക് കത്തെഴുതിക്കൂടെ? ഒയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടേ നമ്മളല്ലേ? ഉമ്മർ പറഞ്ഞാ അതിന്റെ ശരി അല്ലേ? വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല. അഥവാ ഒഴിഞ്ഞാൽ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ? വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ചിലക്കരുത് വേറെ വീടോ? ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലർ ഉള്ളിടത്തോളം കാലം വീട് ഒഴിയണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ എന്റെ പേര്? ഗോപാല പണിക്കരോ? ഗോപാലകൃഷ്ണ പണിക്കർ. എന്ത് പണിക്കരായാലും ശരി, അങ്ങനെ ഒരു പണിക്കര് നിങ്ങളെ ഓർമ്മ ഒഴിപ്പിക്കണേ. എനിക്കൊന്ന് കാണണം. അയൽവക്കത്ത് നീശുള്ള ആൺകുട്ടികളിൽ നിന്നൊരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്ക് നിങ്ങള്. വരും മാഷേ.